ഡിയർ സ്റ്റുഡൻസ്, ലോസ് ഓഫ് മോഷനിൽ നമുക്കിനി ലാസ്റ്റ് ഒരു ടോപ്പിക്ക് പഠിക്കാണ്ട് ബാങ്കിങ് ഓഫ് റോഡ്സ് ഓർ കർവ്സ് എന്നാണ് അത് പഠിക്കാനുള്ളത്. അപ്പോൾ ബാങ്കിങ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് റോഡുകൾ, കർവ്ഡ് റോഡ്സ്, അതായത് വളവുകളുള്ള റോഡുകൾ നിങ്ങൾ രണ്ട് രീതിയിൽ കണ്ടിട്ടുണ്ടാവും. ഒന്ന് ലെവൽ റോഡാണ്, രണ്ടാമത്തതാണ് ബാങ്ക്ഡ് റോഡെന്ന് പറയുന്നത്. ആദ്യം നമുക്കൊരു ലെവൽ റോഡിനെ പറ്റി നോക്കാം. ഒരു ലെവൽ റോഡെന്ന് പറഞ്ഞാൽ, ഇപ്പം കർവ്ഡ് റോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കർവ് വരയ്ക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കർവ്ഡ് റോഡെന്ന് പറയുന്നത്. ഈ റോഡിലൂടെ ഒരു വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ഇതാണ് ഒരു വെഹിക്കിൾ എന്ന് വിചാരിക്കുക. ഇത് ലെവൽ റോഡാണെങ്കിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കാണിക്കും. അപ്പോൾ ഇത് ലെവൽ റോഡാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ, ഇങ്ങനെ വരച്ചാൽ, സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എന്നല്ല, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇത് ലെവൽ റോഡാണെന്ന് മനസ്സിലാക്കുക. ആ ലെവൽ റോഡിൽ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഒരു വാഹനം സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു വിചാരിക്കുക. ഏതൊരു ഇൻസ്റ്റൻറ്റിലും ഈ ടയറിനും റോഡിനും ഇടയിലുള്ള സർഫസിൽ ടാൻജൻഷ്യലായി ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടും. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടേക്കാണ് അനുഭവപ്പെടുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ അറിയേണ്ടത്. യൂഷ്വൽ കേസിൽ ഒരു കർവ്ഡ് റോഡ് അല്ലെങ്കിൽ ഒരു കർവ്ഡ് മോഷൻ നടത്തുന്ന ഒരു വസ്തുവിൻ്റെ, അതായത് ഇപ്പം കാർ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ഈ കർവ്ഡ് റോഡിലൂടെ ഇങ്ങനെ മുന്നേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കർവ്ഡ് റോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സർക്കുലാർ റോഡാണ്, അല്ലെങ്കിൽ ഒരു സർക്കുലാർ മോഷൻ്റെ ഭാഗമാണ്. ഈ സർക്കുലാർ റോഡിൻ്റെ സെൻറ്റർ എങ്ങോട്ടാണ്? ഇങ്ങനെയല്ലേ കർവ് ഇരിക്കുന്നത്. ഇപ്പോൾ സെൻറ്റർ ഈ ഭാഗത്തെങ്ങാനും ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. സ്വാഭാവികമായിട്ടും സർക്കുലാറായ ഒരു റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വസ്തുവിനും എന്ത് മോഷനാണ്? സർക്കുലാർ മോഷനാണെന്ന് നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലും ആ വസ്തുവിൻ്റെ മോഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് ഒരു സർക്കിളാണ് വരച്ചിരിക്കുന്നത്. ഒരു വസ്തു ആൻറ്റി ക്ലോക്ക് വൈസായി സഞ്ചരിക്കുന്നു സർക്കിളിലൂടെ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ എത്തുമ്പോൾ, വസ്തു ഇവിടെ എത്തുമ്പോൾ ടാൻജൻഷ്യലി ഔട്ടാണ് അതിൻ്റെ ടെൻഡൻസി. ഇവിടെ എത്തിയാലും ടാൻജൻഷ്യലി ഔട്ടാണ്, ഇവിടെ എത്തിയാലും ടാൻജൻഷ്യലി ഔട്ടാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ടെൻഡൻസി ഓഫ് മോഷൻ എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെഹിക്കിൾ ഇവിടെ എത്തുമ്പോഴും അതിന് ഇങ്ങോട്ടേക്ക് വരാനല്ല ടെൻഡൻസി, പിന്നെയോ കർവിന് വെളിയിലേക്ക് പോകാനാണ്, വെളിയിലേക്കുള്ള മോഷനാണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും അതിന് വെളിയിലേക്ക് പോകാനാണ് ടെൻഡൻസി. ആ മോഷനെ എതിർത്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ കർവിന് വെളിയിലേക്ക് പോകാനുള്ള മോഷനെ എതിർക്കുമ്പോൾ ആ എതിർപ്പ് എങ്ങോട്ടായിരിക്കും? കർവിനകത്തേക്കായിരിക്കും, എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ടൊരു ബലം നമുക്ക് ആവശ്യമുണ്ട്. ഏതാണ്? സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഏതൊരു വസ്തുവിനും ആവശ്യമായ ഒരു ബലമാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്, സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ പറയും ഒരു ലെവൽ ആൻഡ് കർവ്ഡ് റോഡിൽ നെസസറി സെൻട്രിപീറ്റൽ ഫോഴ്സ് ഫോർ ദ വെഹിക്കിൾ ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുന്നോട്ടുള്ള മോഷൻ മൂലമല്ല നമ്മളിവിടെ ഫ്രിക്ഷൻ പറയുന്നത്. പിന്നെയോ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ എപ്പോഴത്തെയും ടെൻഡൻസി വെളിയിലേക്കാണ്. പക്ഷേ അത് വെളിയിലോട്ട് പോകാതെ ഈ കർവിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വെളിയിലേക്കുള്ള മോഷനെയാണ് ഫ്രിക്ഷൻ എതിർക്കുന്നത്. ഓക്കെ, സോ ദർ ഈസ് ആൻ ഇംപെൻഡിങ് മോഷൻ. ഔട്ട്വേർഡായിട്ടുള്ള ഒരു ഇംപെൻഡിങ് മോഷൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇംപെൻഡിങ് മോഷൻ അതിവിടെ അനുവദിച്ചിട്ടില്ല. ഔട്ട്വേർഡായിട്ടുള്ള മോഷനെ അനുവദിക്കുന്നില്ല ഫ്രിക്ഷൻ. മനസ്സിലാവുന്നോ? അപ്പോൾ ആ ഫ്രിക്ഷൻ എന്തായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. മോഷനെ അനുവദിച്ചില്ലെങ്കിൽ ആ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് അല്ലേ? അപ്പോൾ ഇംപെൻഡിങ് മോഷൻ ഇവിടെ ഉണ്ട്. അത് ടാൻജൻഷ്യലി ഔട്ടായിട്ടുള്ള, കർവിലെ ഓരോ പോയിന്റിലും അതിൻ്റെ ടാൻജൻഷ്യലി ഔട്ടായിട്ടുള്ള മോഷനെ അനുവദിക്കാതെ എല്ലായ്പ്പോഴും ഈ വെഹിക്കിളിനെ സെൻറ്ററിലേക്ക് അടുപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് ഈ കർവിലൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഓക്കെ, സോ ആക്ച്വലായിട്ടുള്ള മോഷനെ അവിടെ പെൻഡിങ്ങിൽ വെക്കുന്നത് കൊണ്ട് ഈ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. FS എന്നാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ റോഡ് ആൻഡ് ടയേഴ്സ് ആണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപാട് വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അതായത് ഫ്രിക്ഷൻ മാത്രമാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ടയറും റോഡും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ കൂടുതൽ
തേയ്മാനം അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അങ്ങനെ വിയർ ആൻഡ് ടിയർ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിയർ ആൻഡ് ടിയർ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കർവ്ഡ് റോഡിൻ്റെ, അതായത് വലിയ കർവ്സൊക്കെ ആണെങ്കിൽ, നല്ല ഇൻവേർഡ് കർവ്സ് ഉണ്ട്, ഭയങ്കര വളവുകളൊക്കെ ഇല്ല, അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം കർവ്ഡ് റോഡ്സിലെല്ലാം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഔട്ടർ സൈഡ് ഓഫ് ദ ലെവൽ റോഡ്. ഔട്ടർ സൈഡ് എന്ന് പറയുമ്പോൾ ഈ കർവ്ഡ് റോഡിൻ്റെ ഔട്ടർ സൈഡ് ഏതാണ്? ഇതിൻ്റെ സെൻറ്റർ ഇവിടെ അല്ലേ, അപ്പോൾ ഇത് ഇന്നർ, ഇത് ഔട്ടർ. ഔട്ടർ സൈഡ് ഓഫ് ദ ലെവൽ റോഡ് ഇസ് റേസ്ഡ്. ഔട്ടർ സൈഡ് ഓഫ് ദ ലെവൽ റോഡ് ഇസ് റേസ്ഡ്. അത് ഈവൻലി റേസ്ഡ് ആണ്, ഈവൻലി റേസ്ഡ്. അതായത് ഇത് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൊക്കി വയ്ക്കുക എന്നല്ല അർത്ഥം. പിന്നെയോ ഇവിടുന്നേ ഇതിനെ എന്ത് ചെയ്യും, ചെറുതായി റേസ് ചെയ്ത് ഇങ്ങനെ ഉയർത്തും. മനസ്സിലാവുന്നു? സോ ഇപ്പോൾ നമ്മുടെ ഈ കർവ്ഡ് സർഫസ്, കർവ്ഡ് റോഡിൻ്റെ ലെവൽ സർഫസ് ഇങ്ങനെയായിരുന്ന ലെവൽ സർഫസ് ഇപ്പോൾ എന്തായി, ചെരിയുന്നുണ്ടല്ലോ, കണ്ടോ? അപ്പോൾ ഈ സർഫസാണ് ബാങ്ക്ഡ് സർഫസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്സ് ഓർ ബാങ്കിങ് ഓഫ് കർവ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ റോഡ് ഇങ്ങനെ ആ വളവിലൊക്കെ വരുമ്പം റോഡ് ഇങ്ങനെ ചെരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. സോ അതിൻ്റെ റീസൺ ഇതാണ്, കർവ്ഡ് റോഡ്സിൽ ഔട്ടർ സൈഡ് ഓഫ് ദ ലെവൽ റോഡ് ഇസ് ഈവൻലി റേസ്ഡ് എ ലിറ്റിൽ ദാൻ ദ ഇന്നർ സൈഡ്. ഇന്നർ സൈഡിനേക്കാൾ കുറച്ചും കൂടെ ഈവൻലി ആയിട്ട് ഒന്ന് റേസ് ചെയ്യും. അങ്ങനെ റേസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് അറിയാമോ, അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രമല്ല സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെയോ നോർമൽ റിയാക്ഷൻ, അതായത് വെഹിക്കിൾ അപ്പോഴത്തേക്കും ഈ സ്ഥലത്തിരിക്കുന്നു, വെഹിക്കിളിൻ്റെ നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റും കൂടെ എന്തിനു വേണ്ടി വരും, നമ്മുടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വരും. ഓക്കെ, സോ ദാറ്റ് എ കമ്പോണൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ പ്ലസ് frictional force provide the necessary centripetal force and thereby we can reduce the wear and tear of the vehicle. ഓക്കെ, എന്ന് മാത്രമല്ല അതുമൂലം നമ്മളുടെ കുറച്ചുകൂടെ സേഫാണ് അത്തരം റോഡുകൾ, അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, കർവ്ഡ് ലെവൽ റോഡ്സിൻ്റെ ഔട്ടർ എഡ്ജ് ഈവൻലി റേസിങ് ഫ്രം ദ ഇന്നർ എഡ്ജ് so that a component of normal reaction can also provide the centripetal force in addition to frictional force. Okay, frictional force-നെ കൂടാണ്ട് നമുക്ക് നോർമൽ റിയാക്ഷൻ കമ്പോണൻറ്റിനും കൂടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്ത് എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമ്മളുടെ വാഹനങ്ങളുടെ വിയർ ആൻഡ് ടിയർ കുറയ്ക്കുന്നതിന് വേണ്ടിയും ദെയർബൈ ആക്സിഡൻറ്റ്സ്, അങ്ങനെ ആക്സിഡൻറ്റ് കുറയ്ക്കാനും അത് സഹായിക്കും. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും, അത് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി ഈ സംവിധാനമാണ് ബാങ്കിങ് ഓഫ് റോഡ്സ് ഓർ കർവ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ ബാങ്കിങ് നടത്താത്ത റോഡ്, അതായത് ആദ്യം പറഞ്ഞ ലെവൽ റോഡിൽ എന്താണ് ഒരു വാഹനം ടേൺ എടുക്കുമ്പോൾ എത്ര സ്പീഡ് വരെ ആകാം എന്ന് നോക്കണം. ഇനി ലെവൽ റോഡ് അല്ലാതെ ബാങ്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇത് രണ്ടും നമുക്ക് പ്രത്യേകമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ലെവൽ റോഡിന് നമുക്ക് വേറൊരു പേരൂടുണ്ട്, എന്താണ്, അൺബാങ്ക്ഡ് റോഡ് എന്ന് പറയും. അൺബാങ്ക്ഡ് റോഡ്, ബാങ്ക്ഡ് റോഡ് വേറെ, അൺബാങ്ക്ഡ് റോഡ്. അപ്പോൾ ഇത് ലെവൽ റോഡാണ്. അപ്പോൾ നമുക്കൊരു ലെവൽ കർവ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഒന്നും കൂടെ ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇതാണ് ലെവൽ റോഡ്. ഇവിടെ ഒരു വാഹനം ഇരിക്കുന്നു, അതിൻ്റെ മാസ് എം ആണെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ്സ് വെയിറ്റ് ഇസ് ലൈക്ക് ദിസ്. വെയിറ്റ് ഇങ്ങനെയാണ്. നോർമൽ റിയാക്ഷനും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് അറിയാമല്ലോ, സർഫസ് ഇസ് ഹൊറിസോണ്ടൽ, സോ നോർമൽ റിയാക്ഷൻ ഇസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദാറ്റ് സർഫസ്. ആൻഡ് ഹിയർ ദ മോഷൻ ടുവേർഡ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ മോഷൻ എന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങടായിരിക്കും, ഫ്രിക്ഷണൽ ഫോഴ്സ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ആൻഡ് ഇറ്റ് ഇസ് ഇൻവേർഡ്, അതായത് സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഇക്വേഷൻ എഴുതാം. ഒന്ന് n is equal to mg, കാരണം ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അനുഭവപ്പെടുകയാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ എന്ത് സംഭവിക്കും, ഇപ്പോൾ mg ആണ് കൂടുതലെങ്കിൽ ഈ റോഡ്, ഈ വെഹിക്കിളിന് റോഡിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, റോഡ് ചീത്തയായി എന്ന് അതിൻ്റെ അർത്ഥം. റോഡ് വെഹിക്കിൾ താഴേക്ക് മൂവ് ചെയ്യുന്ന എക്സ്ട്രാ. ഇനി എന്നാണ് വലുതെങ്കിലോ ഈ റോഡിൽ നിന്ന് ഈ വെഹിക്കിൾ ഉയരുമെന്നാണ് അർത്ഥം. അതുകൊണ്ട് n is equal to mg ആയാലേ
എല്ലായ്പ്പോഴും അത് റോഡിലൂടെ ടച്ച് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് NmGക്ക് തുല്യമാണ്. ഇനി അടുത്തൊരു ഇക്വേഷൻ എന്താണ്? mv²/r എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സിന് തുല്യമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ FS = mv²/r. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. ഓക്കെ, നമുക്ക് 1ഉം 2ഉം കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 എന്ന് പറയുന്നത് n ആണ്, 2 FS ആണ്, 1 mg ആണ്, 2 mv²/r ആണ്. m കട്ട് ചെയ്യും, r അങ്ങ് മുകളിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തോ മാറ്റം വരുമെന്ന് പറഞ്ഞ് FSനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്, മാക്സിമം ആണ് ഇവിടുത്തെ ഫ്രിക്ഷൻ എങ്കിൽ FS = എന്തെന്ന് എഴുതാം? μSn എന്ന് എഴുതാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. സോ n = μSn സമം r മുകളിൽ വരുന്നു rg/v² എന്ന് വരും. nn get cancelled. v² = μsrg or v = what? root of μsrg. So this is the safest driving speed. ഒരു വെഹിക്കിൾ r റേഡിയസ് ആയിരിക്കും. ഈ കർവിൻ്റെ റേഡിയസ് നമ്മൾ നിശ്ചയിക്കുന്നത് ആ കർവ് കാണുമ്പോൾ അറിയാൻ പറ്റും. റേഡിയസ് ഉള്ള ഒരു കർവ്ഡ് റോഡിലൂടെ, അതും ലെവൽ റോഡിലൂടെ ഒരു ടേൺ എടുക്കുമ്പോൾ ആ വാഹനത്തിന് സേഫായി സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡാണ് v = √μsrg. അതിലും കുറഞ്ഞ സ്പീഡിൽ പോയാലും കുഴപ്പമില്ല, ഏറ്റവും മാക്സിമം സ്പീഡായത് കേട്ടോ. കാരണം നമ്മൾ FS മാക്സിമത്തിനാണ് μSn എന്ന ഇക്വേഷൻ എഴുതുന്നത്. സോ v = √μsrg. ഇക്വേഷൻ അറിയാമല്ലോ. സോ ലെവൽ റോഡിലെ വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് μs r × g ആയിരിക്കും. μs അറിയാമല്ലോ എന്താണെന്ന്? കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. r കർവ്ഡ് റോഡിൻ്റെ റേഡിയസ് ആണ്. g എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഒരു ബാങ്ക്ഡ് റോഡാണ് ഇനി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ബാങ്ക്ഡ് റോഡ് അത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാങ്ക്ഡ് റോഡായാലും നമുക്ക് കർവ്ഡാണ് റോഡ്, കർവ് വരച്ചു കഴിഞ്ഞു. ബാങ്ക്ഡ് റോഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ലെവൽ റോഡാണെങ്കിൽ നമ്മളിങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. പക്ഷേ ബാങ്ക്ഡ് ആണ്, ഔട്ടർ സൈഡ് കുറച്ച് കൂടുതൽ റേസ് ചെയ്യുന്നു. സോ ദാറ്റ് ബാങ്ക്ഡ് റോഡ്, ഇപ്പോൾ റോഡ് ഇതാണ് കേട്ടോ. ഈ സ്ഥലത്ത് റോഡ് ഇങ്ങനെ ഉയർന്നായിരിക്കും ഇരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളവിലേക്ക് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ റോഡിൽ വാഹനം എത്തിക്കഴിഞ്ഞു, മൂവ് ചെയ്യുകയാണ്. ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെയും എന്താണ്? ടേൺ എടുക്കുമ്പോൾ മാത്രം, റോഡിലൂടെ നേരെ പോകുമ്പോൾ കാര്യമല്ല, ടേൺ എടുക്കുമ്പോൾ മാത്രം വെഹിക്കിളിൻ്റെ, വസ്തുവിൻ്റെ ടെൻഡൻസി വെളിയിലേക്ക് പോകാനാണ്, ടേണിന് വെളിയിലേക്ക് പോകാനാണ്. പക്ഷെ അത് പോകാതെ തന്നെ ഈ കർവിലൂടെ അതിന് പോകാൻ സാധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ ആരൊക്കെയുണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആരൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അതിന് മുന്നേ ഇവിടെ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. ഒന്ന്, ഈ വസ്തുവിൻ്റെ മാസുള്ള ഈ വസ്തുവിൻ്റെ വെയിറ്റ് തൽക്കാലം ഞാൻ ഈ പോയിന്റിൽ നിന്ന് വെയിറ്റ് എങ്ങോട്ടാണ്? ഹൊറിസോണ്ടൽ സർഫസിന് പെർപെൻഡിക്കുലറായി താഴേക്ക്. സോ ദിസ് ഇസ് mg. പിന്നെ ഏതാണ്? നോർമൽ റിയാക്ഷനാണ്. അത് കൊടുക്കുന്നത് കോണ്ടാക്ട് സർഫസ് ആണ്. കോണ്ടാക്ട് സർഫസ് ഏതാണ്? ഈ വാഹനത്തിൻ്റെ ടയറും റോഡുമായി കോണ്ടാക്റ്റിൽ വരുന്ന ഈ ഭാഗം. ഈ സർഫസിൻ്റെ നോർമൽ റിയാക്ഷൻ നമ്മൾ എങ്ങനെ വരയ്ക്കും? നോർമൽ റിയാക്ഷൻ എങ്ങനെ വരയ്ക്കും? ഈ സർഫസിന് പെർപെൻഡിക്കുലറായി ഇതായി വരയ്ക്കുന്നത് കണ്ടോ. ഇതാണ് നമ്മളുടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടും ഓക്കെ ആണല്ലോ. നോർമൽ റിയാക്ഷനും വരച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ കർവിൻ്റെ സെൻറ്റർ ഇങ്ങോട്ടാണ്, അതുകൊണ്ട് സ്വാഭാവികമായും സെൻറ്ററിലേക്കായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആണല്ലോ. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയാണ്? കർവിൻ്റെ സെൻറ്ററിലോട്ടാണ് അല്ല, ഇൻവേർഡായിട്ട് വരയ്ക്കണം എന്നേ ഉള്ളൂ. പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് സർഫസിന് ടാൻജൻഷ്യലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. സോ ദിസ് ഇസ് FS. ഇതാണ് നമ്മളുടെ FS എന്ന് പറയുന്ന ആൾ. ഇത്രയും മനസ്സിലായല്ലോ. സോ 3 ഫോഴ്സസ് ആർ ആക്ടിങ് ഹിയർ. ഒരു വെഹിക്കിൾ ബാങ്ക്ഡ് റോഡിൽ എത്തുമ്പോൾ, മൂവ് ചെയ്ത് വരുമ്പോൾ ആ ബാങ്ക്ഡ് റോഡിൽ അനുഭവപ്പെടുന്ന 3 ബലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇറ്റ്സ് വെയിറ്റ് mg, 2 നോർമൽ റിയാക്ഷൻ, 3 ഫ്രിക്ഷണൽ ഫോഴ്സ് FS. ഇത്രയും മനസ്സിലായി. ഓക്കെ,
ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇനി നമ്മൾ ഇവിടെ 3 വെക്ടേഴ്സിൽ 2 പേരെ നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. 2 പേരെ നമ്മൾ റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം എഫ് എസിനെ ഒന്ന് റിസോൾവ് ചെയ്യുകയാണ്. എഫ് എസ് നമ്മളുടെ സർഫസിലൂടെയാണ് അനുഭവപ്പെടുന്നത്. ഇതിലേക്കൂടെയാണ് അനുഭവപ്പെടുന്നത്, സർഫസിലൂടെയാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ എഫ് എസിനെ ഞാനൊന്ന് റിസോൾവ് ചെയ്യുകയാണ്. കണ്ട ഈ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടല്ലോ, അതിന് പാരലായിട്ട് ഇങ്ങടേക്ക് കൊണ്ടുവരും. പാരലായിട്ട് കണ്ടാൽ മനസ്സിലാവുമോ? ആ ഹൊറിസോണ്ടൽ ലൈനിന് പാരലായിട്ട് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ആ ഡയറക്ഷൻ ഒന്ന് കാണിക്കാം. ഇതാണ്. ഓക്കെ, ഇത് ഹൊറിസോണ്ടൽ ലൈനാണ്. ഈ ലൈനിന് പാരലാണ്, ഇവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത കമ്പോണൻ്റ് എങ്ങോട്ടായിരിക്കും? ഒന്ന് ഇതാണെങ്കിൽ അടുത്തത് ഇതിന് പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ ഇതില്ലേ അത് എം ജിയുടെ അതേ ലൈനിൽ, കണ്ടോ? എം ജിയുടെ അതേ ലൈനിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും 90 ഡിഗ്രി ആയില്ലേ? സോ എഫ് എസിനെ ഇവിടെ 2 കമ്പോണൻ്റാക്കി മാറ്റിക്കഴിഞ്ഞു. എഫ് എസിനെ 2 കമ്പോണൻ്റാക്കി മാറ്റിക്കഴിഞ്ഞു, ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. ഇനി നമ്മുടെ ഈ എഫ് എസ് എന്ന് പറയുന്ന ഈ വെക്റ്റർ നമ്മുടെ ഹൊറിസോണ്ടൽ റോഡുമായിട്ട് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്ന് എടുക്കുന്നു എന്ന് വിചാരിക്കാം. തീറ്റ. അപ്പോൾ ഇത് തീറ്റയാണ് എങ്കിൽ ഇതും തീറ്റയല്ലേ? കാരണം ഇതൊരു ലൈൻ, ഇതൊരു പാരലൽ ലൈൻ. ഈ 2 പാരലൽ ലൈനിനെ കട്ട് ചെയ്താണ് ഈ ലൈൻ പോകുന്നത്. സോ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സിൽ വെച്ചൊക്കെ പഠിക്കുന്നതാണ്. സോ ഇത് തീറ്റയായിരിക്കും. അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്, ഇത് എഫ് എസ് ആണ്. ഇത് എഫ് എസ് ആണ്, ഇത് തീറ്റയാണ്, ഇത് എഫ് എസിൻ്റെ കമ്പോണൻ്റാണ്. അപ്പോൾ ഇതെന്തായിരിക്കും? എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു കമ്പോണൻ്റ് നമ്മൾ വരച്ചിട്ടില്ലേ? അപ്പോൾ ഇവിടെ എന്തും കൂടെ വരും? എഫ് എസ് സൈൻ തീറ്റ. റെസൊല്യൂഷൻ നന്നായിട്ട് പഠിക്കണം, എന്നാലേ ഇത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നോക്കുക, ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് നമ്മളുടെ ബാങ്ക്ഡ് റോഡിൻ്റെ സർഫസ്. ഈ പോയിന്റിലാണ് എഫ് എസ് ഇങ്ങനെ അനുഭവപ്പെടുന്നത്. ഇത് എഫ് എസ്. ഇതിനെ ഹൊറിസോണ്ടൽ ലൈനിലേക്കും വെർട്ടിക്കൽ ലൈനിലേക്കും നമ്മൾ 2ആക്കി വെച്ചു അല്ലേ? ഈ ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് എഫ് എസ് കോസ് തീറ്റയും ഇത് എഫ് എസ് സൈൻ തീറ്റയും. ഇതേ ലൈനിൽ നമ്മളുടെ ആരും അനുഭവപ്പെടുന്നുണ്ട്? എം ജിയും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ 2 മനസ്സിലായേ? ഇനി നമുക്ക് എഫ് എസിനെ വേണ്ട. ആരെയൊക്കെ മതി? എഫ് എസ് കോസ് തീറ്റയും എഫ് എസ് സൈൻ തീറ്റയും. സിമിലർലി നമ്മൾ എന്ത് ചെയ്യുന്നു? സിമിലർലി നമ്മൾ എന്നിനെയും റിസോൾവ് ചെയ്യാൻ പോവുകയാണ്. എന്നിനെയും റിസോൾവ് ചെയ്യും. എന്നിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഒന്ന് താണ്ട ഇതേ ലൈനിൽ കൊണ്ടുവരുത്താം, മറ്റൊന്ന് താണ്ട നമ്മളുടെ എം ജിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണ്ടോ? ഒന്ന് ഇതാണ് കേട്ടോ, എഫ് എസ് കോസ് തീറ്റയുടെ ലൈനിലേക്ക് കൊണ്ടുവരുന്നു, ഒന്ന് എം ജിയുടെ ഓപ്പോസിറ്റിലേക്ക്. അപ്പോൾ എഫ് എസ് കോസ് തീറ്റയുടെ ലൈനിലേക്ക് അപ്പോൾ ഒരു വെക്ടറും കൂടെ വന്നു കഴിഞ്ഞു. എന്നിൻ്റെ ഒരു കമ്പോണൻറ്റ് വന്നു, ഇവിടെ എന്നിൻ്റെ ഒരു കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതാണ്ട് ഇത് ഈ ലൈൻ തീറ്റയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് തീറ്റയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു തീറ്റ കാണിക്കാം. ഇതാണ് ഒരു കമ്പോണൻറ്റ് എന്നിൻ്റെ. ഇതെന്തായിരുന്നു? ഒറിജിനൽ എൻ എന്ത് ചെയ്യും? ഒറിജിനൽ എൻ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇത് ഒറിജിനൽ എൻ. എന്നിനെ ഏതാണ്ട് നമ്മൾ ഒരു കമ്പോണൻ്റായിട്ട് ഇവിടേക്ക് റിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഈ ആംഗിള് തീറ്റയായിരിക്കും. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. കാരണം ഇതെന്താണ്? ഇത് എഫ് എസും ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അപ്പോൾ എഫ് എസിൻ്റെ പെർപെൻഡിക്കുലറാണ് നോർമൽ റിയാക്ഷൻ. അപ്പം വെർട്ടിക്കൽ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എന്തായിരിക്കും? തീറ്റയായിരിക്കും. അപ്പോൾ ഈ കമ്പോണൻറ്റ് എൻ കോസ് തീറ്റയായിരിക്കും. ആ കമ്പോണൻറ്റ് എന്തായിരിക്കും? എൻ കോസ് തീറ്റ. അതുകൊണ്ട് ഞാനിവിടെ എൻ കോസ് തീറ്റ എന്ന് എഴുതുന്നു. സിമിലർലി ഇതിനകത്ത് മറ്റൊരു കമ്പോണൻറ്റ് വരുമെന്നല്ലേ പറഞ്ഞത്? എൻ കോസ് തീറ്റയും ഇതെന്താണ്? ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ആരാണത്? എൻ സൈൻ തീറ്റ. ഇത് എൻ കോസ് തീറ്റ ആണെങ്കിൽ പിന്നെ മറ്റേ ആൾ എൻ സൈൻ തീറ്റ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒട്ടൊന്ന് മാറ്റി എഴുതുന്നു, എൻ സൈൻ തീറ്റ. എഫ് എസ് കോസ് തീറ്റയുടെ കൂടെ ആരും കൂടെ ഉണ്ട്? എൻ സൈൻ തീറ്റയും കൂടെ ഉണ്ട്. രണ്ടുപേരും ഒരേ ദിശയിലാണ്, അതുകൊണ്ടാണ് ഞാൻ പ്ലസ് സിമ്പൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടുവോ? രണ്ടുപേരും കൂടെ എങ്ങടേക്കാണ്? അതാണ്ട് അകത്തേക്കാണ്. കർവിന് അകത്തേക്ക്, അതായത് ഇൻവേർഡായിട്ട് എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഫ്രിക്ഷന് ഒരു കൂട്ടുകാരൻ വന്നു. ആരാണത്?
നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ്. സോ ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറേ അധികം വെക്ടേഴ്സ് നിങ്ങൾ കാണുന്നു. ഇതിൽ ആരെയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ നേരം ഒഴിവാക്കേണ്ടത്? ഇനി നമുക്ക് എഫ് എസ് വേണ്ട, ഇത് വിട്ട്. അതുപോലെ എന്നും വേണ്ട. ഇത് രണ്ടും കഴിഞ്ഞാൽ ഇനി എത്ര വെക്ടർ ഉണ്ട്? എൻ കോസ് തീറ്റ, എഫ് എസ് സൈൻ തീറ്റ, എം ജി. ഇവിടെ 3 എണ്ണം. ഇവിടെയോ എൻ സൈൻ തീറ്റ, എഫ് എസ് കോസ് തീറ്റ. ഇവിടെ 2 എണ്ണം, 5 എണ്ണം. അതിൽ എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും കൂടെ ചേരുമ്പോൾ അതെന്ത് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു? സെൻട്രിപീറ്റൽ ഫോഴ്സ്. അപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് നോക്കിയാലോ, മുകളിലോട്ടുള്ള എൻ കോസ് തീറ്റയും താഴോട്ടുള്ള ഈ 2 ബലങ്ങളും ഇക്വേറ്റ് ചെയ്തുകൂടെ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ആ ഇക്വേഷൻ? എൻ കോസ് തീറ്റ സമം എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എം ജി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ, ഇക്വേഷൻ നമ്പർ 2. മനസ്സിലാക്കുക. ഈ 2 ഇക്വേഷനും ഇതിൽ നിന്ന് വരച്ച് സെറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് നമുക്ക് മാർക്കുള്ളത്. ഓക്കെ, സോ ബാങ്ക്ഡ് റോഡിലെ ഇക്വേഷൻ എഴുതാൻ അറിയാം. സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റും നോർമൽ റിയാക്ഷൻ്റെ സൈൻ കമ്പോണൻറ്റും ആണ്. നമ്മൾ ഓർത്ത് വെച്ചാൽ പിന്നെ ഇക്വേഷൻ തെറ്റത്തില്ല. എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ. അപ്പോൾ എം ജി ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. നമുക്കിനി 1 ഉം 2 1 ഡിവൈഡ് ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? ഡിവൈഡ് ചെയ്യുമ്പോൾ എം വി സ്ക്വയർ ബൈ ആർ ഡിവൈഡഡ് ബൈ എം ജി. എം കട്ട് ചെയ്യും. വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എൻ സൈൻ തീറ്റ മൈനസ് പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എന്ന് വരും. ഇത്ര മനസ്സിലായോ? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. ഇതിൽ എഫ് എസിന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് എൻ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് മ്യൂ എസ് എൻ, ഇതും മ്യൂ എസ് എൻ. രണ്ടിടത്തും എൻ ഉണ്ട്. നമ്മൾ എൻ എന്ത് ചെയ്യും? കോമൺ എടുക്കും. അങ്ങനെ കോമൺ എടുത്താൽ എൻ ഇൻറ്റു എന്ത് വരും? സൈൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു കോസ് തീറ്റ മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ എന്ന് വരും. എന്നും കട്ട് ചെയ്യും. So v square by rg is equal to sin theta plus mu s cos theta divided by cos theta minus mu s sin theta എന്ന് വരും. ഇത്ര ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ? v square by rg is equal to sin theta plus mu s cos theta divided by cos theta minus mu s sin theta. വീണ്ടും നമ്മളിത് എന്ത് ചെയ്യും? ഒന്നും കൂടെ ഒന്ന് സോൾവ് ചെയ്ത് ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക.